IPL ആദ്യ കിരീട നേട്ടം സ്വന്തമാക്കിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലെ ആഘോഷം അത് വലിയ ദുരന്തമായി മാറിയ കാഴ്ചയാണെന്ന് കണ്ടത്. 11 പേർ ഇതിനകം മരിച്ചു എന്നാണ് വിവരം പുറത്തുവരുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തുറന്നപ്പോൾ തള്ളിക്കയറാൻ ആളുകൾ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ഒരു സ്ത്രീയും കുട്ടിയും ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിവിധ ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ സ്റ്റേഡിയത്തിൽ വലിയ തിരക്കായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസ് ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിക്ടറി ആഘോഷം പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ബംഗളൂരു ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇടപെടൽ ഇതിന് കാരണമായി. സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടു. ആഘോഷം വേണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ദുരന്തമുണ്ടായി എന്ന വിവരം പുറത്തു വന്നതിന് ശേഷവും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ, DK ശിവകുമാർ അടക്കമുള്ളവർ ഈ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോയി. കോഹ്ലിക്ക് കിരീടം നൽകുന്നത്, ട്രോഫിയൊക്കെ നൽകുന്നതും അത് ഉയർത്തിക്കാട്ടുന്നതുമായ കാഴ്ചകളൊക്കെ ആളുകളെ അമ്പരപ്പിച്ചു. കാരണം 11 സാധാരണക്കാർ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാനെത്തിയവർ മരിച്ചു കിടക്കുമ്പോഴാണ് ഈ ആഘോഷം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യമായി മാറുന്നത്. പോലീസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം BJP ഇതിനകം ഉന്നയിച്ചിരുന്നു. സർക്കാർ സ്പോൺസേഡ് ദുരന്തമെന്നാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ കർണാടക സർക്കാർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസിന്റെ പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും ഇത്ര വലിയ ഒരു ആഘോഷ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലെ അസ്വാഭാവികത അത് ചർച്ചയാക്കുകയാണ് സമൂഹം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഈ വിഷയം തന്നെ നമ്മൾ ചർച്ചയാക്കും, ശ്രീ വിനോദ് വിൽസൺ മാത്യു ഉണ്ട്. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റാണ്. ക്രിക്കറ്റ് പ്രേമിയാണ് അദ്ദേഹം. ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ. ഒപ്പം ശ്രീ പ്രിൻഡോ മഹാദേവും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം പ്രിൻഡോയിലേക്ക്. പ്രിൻഡോ, BJP സർക്കാർ സ്പോൺസേഡ് ദുരന്തമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, വിരാട് കോഹ്ലിയെ പോലെ 18 വർഷത്തിന് ശേഷം ഒരു കിരീടം സ്വന്തമാക്കുന്ന ഒരു ചടങ്ങിൽ ഇത്രയധികം ആരാധകരെ പ്രതീക്ഷിക്കണം. അവിടെ ഇതിനെ സർക്കാരിൻ്റെയോ സംഘാടകരുടെയോ മാത്രം പിഴവായി ഇതിനെ അത്തരത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? അല്ല, തീർച്ചയായും ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായിട്ട് RCB 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം നേടുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ബാംഗ്ലൂർ, കർണാടക ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഈ വിരാട് കോഹ്ലിയുടെ ഒരു കിരീട ധാരണം ആഗ്രഹിച്ചിരുന്നു. നമുക്ക് ഓരോരോ ഫാനുകൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ RCBയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഓരോ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ കിരീടധാരണത്തിലൂടെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടീം, സ്വാഭാവികമായിട്ട് വിരാട് കോഹ്ലിയെ പോലെ കിരീടധാരണം ചൂടി നിൽക്കുന്ന കോഹ്ലിയെ കാണാൻ വേണ്ടി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വാഭാവികമായിട്ട് അവിടെ തടിച്ചുകൂടിയിരുന്നത്. സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് അതിനകത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പോലീസ് കൃത്യമായിട്ട് ഈ ആഘോഷത്തിനെതിരായിരുന്നു, ഈ വിക്ടറിനെ കൃത്യമായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നടന്നതായിരിക്കും എന്നാണ് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് സർക്കാരിനെയും അതോടൊപ്പം ക്രിക്കറ്റ് അസോസിയേഷനും അറിയിച്ചത്. പക്ഷെ അതിനൊന്നും മുഖവിലേക്ക് എടുക്കാതെ കൃത്യമായിട്ട് അവിടുത്തെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അതിനകത്ത് കൃത്യമായ ഒരു ശാഠ്യം പിടിക്കുകയും ആ ശാഠ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നു. ആ ഇടപെടലിനകത്ത് കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു പോലീസിന്റെ ജനങ്ങളുടെ ജീവനാണല്ലോ. എന്ത് ആഘോഷത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവൻ അത് വളരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് യാതൊരു തരത്തിലുള്ള സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗമോ പോലീസ് സംവിധാനം നൽകിയ റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ DK ശിവകുമാറിന്റെ ശാഠ്യമാണ് ഇത്തരത്തിലുള്ള പരിപാടി നടത്തി കൊടുക്കാൻ അവസാനം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു വിക്ടറിയുടെ അനുമതി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനനുസൃതമായിട്ടുള്ള ക്രമസമാധാന പാലനം നടത്തേണ്ട അനിവാര്യതയുണ്ടല്ലോ. അതിനകത്ത് കൃത്യമായിട്ടുള്ള ക്രമസമാധാന പാലനം നടത്തിയിട്ടില്ല. ഇപ്പൊ ശിവകുമാർ പറയുന്ന 5000-ഓളം പോലീസുകാരെ അതിനകത്ത് നിയോഗിച്ചു എന്നുള്ളത് പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. അവിടെ കൂടിയത് പോലീസുകാർക്ക് വെറും കാഴ്ചക്കാരായിരുന്നു, ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, പിന്നെ വിധാൻ സൗധ പോലെയുള്ള ഒരു പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അവിടുത്തെ റോഡുകളുടെ ഒരു ക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ തടിച്ചുകൂടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ജനങ്ങളെ വികാരമായിട്ട് പ്രതികരിക്കുന്ന വിഭാഗങ്ങൾ
കാരണം ഒരു വിക്ടറിയാണ് നിൽക്കുന്നത്. ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഒരു ആവേശത്തിൽ വൈകാരികമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ പല രീതിയിൽ അവർക്ക് നിയന്ത്രണം നഷ്ടമാകും. ആ നിയന്ത്രണം ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിന് പോലും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ DK ശിവകുമാറിന്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ആ ദിവസം തന്നെ ഇത് നടത്തണം എന്നുള്ള ശാഠ്യം പിടിക്കാനുള്ള കാരണം. അപ്പൊ സത്യത്തിൽ അവിടെ നടന്ന ഈ പറയുന്ന സർക്കാർ സ്പോൺസേഡ് ഈ പറയുന്ന നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഈ ഒരു ആസൂത്രിതമായിട്ടുള്ള ഈ കൂട്ടക്കൊലയ്ക്ക് അനുമതി കൊടുത്തത് ശിവകുമാറാണ്. അപ്പൊ ശിവകുമാറിനെതിരെയുള്ള ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. ഈ അർഹതപ്പെട്ട അവിടെ മരിച്ചു വീണ ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ആരാധകർക്ക് അർഹമായിട്ടുള്ള ധനസഹായം നൽകണം. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനം എന്നതിൽ കർണാടക സർക്കാർ കൃത്യമായി പരാജയപ്പെട്ടതാണ്. അതായത് 32,000 ആളുകൾ മാത്രം കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിൽ 2 മുതൽ 3 ലക്ഷം പേർ വരെ ഉൾപ്പെട്ടു എന്ന് പറയുകയാണ്. അത്രയും അധികം ആളുകൾ എത്തി എന്നുള്ളതാണ്. അത് നേരത്തെ മുൻകൂട്ടി കാണേണ്ട ബാധ്യത സർക്കാരുണ്ടായിരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ നമുക്കറിയാം ദൃശ്യങ്ങൾ പുറത്തു വന്നത്, അതായത് ഈ ദുരന്തം നടന്നതിന് ശേഷവും ആഘോഷ പരിപാടികൾ തുടരുകയാണ്. അത് വളരെ കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം വിരാട് കോഹ്ലിക്ക് ആ ട്രോഫി വീണ്ടും കാട്ടുമ്പോൾ ഒപ്പം നിൽക്കുന്നത് DK ശിവകുമാറാണ്. ഇത്ര ബോധമില്ലാത്തവരാണോ നമ്മുടെ ഭരണാധികാരികൾ? 11 പേർ കൊല്ലപ്പെടുന്നു. സാധാരണക്കാരാണ്, ക്രിക്കറ്റ് പ്രേമികളാണ്, തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ അവിടെ എത്തിയ ആളുകളാണ്. അവരെ നിയന്ത്രിക്കുക, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക, ഇത്രയധികം ആളുകൾ വരുമെന്നുള്ളതൊക്കെ അതില്ലാത്തവരാണോ ഈ ഭരണാധികാരികളും ചോദിച്ചു പോകേണ്ടി വരുന്നത് പലപ്പോഴും? ശ്രീ രഞ്ജിത്ത്, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിൽ പെടാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ 11 പേരുടെ മരണത്തിൽ കലാശിച്ച സ്റ്റാമ്പീഡ്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അത്യാഹിതം. അപ്പം അത്യാഹിതം നടന്നു എന്ന വിവരം ലഭിച്ചതിന് ശേഷവും സ്റ്റേഡിയത്തിനുള്ളിൽ ആഘോഷം തുടരുകയും ഈ ഹ്രസ്വമെങ്കിലും വിരാട് കോഹ്ലിക്കും സംഘത്തിനും ആ ആഘോഷത്തിൽ പങ്കെടുത്ത് കപ്പ് ഉയർത്താൻ സാധിക്കുകയും ചെയ്തത് മുൻകൂട്ടി എഴുതപ്പെട്ട തിരക്കഥ ആടിത്തീർക്കുന്ന യാന്ത്രികമായിട്ടെങ്കിലും ആടിത്തീർക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇതിൻ്റെ സ്പോൺസേഴ്സ് ആര്, ഇതിന് നേട്ടം കൊയ്യുന്നത് ആര്, ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത് ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, DK ശിവകുമാർ വിമാനത്താവളത്തിലെത്തി ഈ ടീമിനെ സ്വീകരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷം RCB ടീം ബാംഗ്ലൂരിൽ വന്നിറങ്ങുകയും വിമാനത്താവളത്തിൽ നിന്ന് അവരെ ആനയിച്ച് ആ റോഡ് മാർഗം മുഴുവൻ തന്നെ ശക്തമായ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ചിന്നസ്വാമി സ്റ്റേഡിയമാണ് അതിൻ്റെ കൾമിനേഷൻ പോയിന്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40,000-ൽ താഴെ മാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം, അവിടെയാണല്ലോ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഈ IPL ഫ്രാഞ്ചൈസിയുടെ എല്ലാ കളികളും പകുതി കളികളും നടക്കേണ്ട ഹോം മാച്ചസ് നടക്കേണ്ട സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചും അവിടെ താങ്ങാവുന്ന എത്ര പേരാണ് എന്നതിനെക്കുറിച്ചും വ്യക്തമായ സുരക്ഷാ റിപ്പോർട്ടുകൾ മുൻകൂട്ടി സർക്കാർ ലഭിച്ചില്ല എങ്കിൽ ഇത് സർക്കാർ ഇൻവോൾവ് ആയ ഒരു പ്രോഗ്രാമാണെന്ന് ഓർക്കണം. ഇവിടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ മാത്രമല്ല, ഗവൺമെൻറ് ഉൾപ്പെടെ ഇൻവോൾവ് ആയ ഒരു പ്രോഗ്രാമിൽ എന്തുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല? ഒരു ആർഗ്യുമെൻ്റ് പറയാവുന്നത്, ഇത് ബാംഗ്ലൂർ വിജയിക്കുമെന്ന് അറിയില്ലായിരുന്നല്ലോ. ഇല്ല, അറിയാമായിരുന്നു. 2 ദിവസം മുൻപ് തന്നെ ഒരുപക്ഷെ ഈ ഫൈനലിൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട്. പഞ്ചാബ് ടീമും ബാംഗ്ലൂർ ടീമും മത്സരിക്കുന്നു. അതിലൊരു ടീം വിജയിക്കണമല്ലോ. വിജയിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പഞ്ചാബിൽ ആഘോഷം നടക്കും, അല്ല എങ്കിൽ കർണാടകത്തിൽ ആഘോഷം നടക്കും. ഇത് മുൻകൂട്ടി അറിയണമല്ലോ, 2 ഗവൺമെൻറ്റുകൾക്കും മുൻകൂട്ടി അറിയണമല്ലോ. ഇനിയിപ്പോൾ ഫ്രാഞ്ചൈസിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് ഓഫ് കർണാടക എടുത്ത സുരക്ഷാ പ്രിക്കോഷൻസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ആക്ഷേപം. അതുമാത്രമല്ല, ചില നിർണായക ഘട്ടങ്ങളിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ഒരു അത്യാഹിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നിർത്തിവെക്കാനും അല്ലെങ്കിൽ ആ മരിച്ചവരോടുള്ള ഒരു കരുണ കാട്ടുകയും ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്. അത് സിംബോളിക്കായി. അപ്പോൾ ആ ചടങ്ങുകൾ എന്തിനു തുടർന്നു എന്നതാണ്. 32,000 ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയധികം ആളുകൾ വന്നു ചേരുമ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടേക്ക് ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ താരങ്ങളൊന്നും എത്തരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യതയൊക്കെ ഉണ്ട്. അതൊന്നും സംഭവിച്ചില്ല. എന്തും വന്നോട്ടെ, താരങ്ങൾ ആഘോഷം നടക്കട്ടെ എന്ന് മനോഭാവമുള്ളവരാണ് ഈ പ്രശ്നം. അപ്പോൾ ഇത് 4 ഇടങ്ങളിലാണ് ഈ ഒരുക്കങ്ങൾ വേണ്ടത്. 1 വിമാനത്താവളം, 2 വിമാനത്താവളത്തിൽ നിന്നും ഈ വിധാൻ സൗധയിലേക്കുള്ള വഴി, പിന്നീട് വിധാൻ സൗധ പരിസരത്തു നിന്നും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള വഴി. അതിനേക്കാൾ എല്ലാം പ്രധാനം സ്റ്റേഡിയത്തിനകത്തും
ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റുകൾക്ക് പുറത്തുമുള്ള വലിയ വലിയ ഒരുക്കങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിന് പുറത്ത് 2 ഇടങ്ങളായിട്ടാണ് കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 11 മരണങ്ങളിൽ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് അവിടെയാണ്. അവിടെ വേണ്ട ജാഗ്രത പുലർത്താനുള്ള പോലീസ് സംവിധാനം 5000 പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ക്ലെയിം ചെയ്യുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാന ഇപ്പം നോട്ടപ്പുള്ളിയായിരിക്കും സിദ്ധാരാമയ്യ അല്ല, മറിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. അദ്ദേഹത്തിനെതിരെ ഉയരുന്നതൊരു രാഷ്ട്രീയ ആരോപണമാണ്. എനിക്കിങ്ങനെ ഒരു ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് DK ശിവകുമാറിൻ്റെ രാഷ്ട്രീയം എന്ത് തന്നെയായിരുന്നാലും ശരി, രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം ക്രമസമാധാനത്തിന് ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല? അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്റ്റീജിൻ്റെ വിഷയമായി അദ്ദേഹം അത് എടുത്തു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. പോലീസിനെ കുറ്റപ്പെടുത്തിയില്ല അദ്ദേഹം. 5000-ഓളം പോലീസുകാരുണ്ട് എന്ന് പറയുന്നു, വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഒക്കെ ആവർത്തിക്കുകയാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരൻ. BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി എന്തുകൊണ്ട് ഇതൊരു വിഷയമാകുന്നു എന്നത് അറിയാൻ പാഴുൾപ്പെടെ വരെ പോകേണ്ട കാര്യമില്ല. കർണാടകത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പേടിക്കുന്ന ഏക മുഖം അത് ജനകീയനായ വലിയ രീതിയിൽ ക്രൗഡ് പുള്ളർ കൂടിയായ DK ശിവകുമാർ തന്നെയാണ്. DK ശിവകുമാറിനുള്ള ഹോൾഡ്, പ്രത്യേകിച്ച് ഒക്കലിംഗ സമുദായത്തിൻ്റെയൊക്കെ പിൻബലം, അപ്പം ജനതാദളിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദക്ഷിണ കർണാടക മേഖലയിൽ വലിയ തോതിൽ സീറ്റുകൾ കോൺഗ്രസിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ DK ശിവകുമാറിൻ്റെ തന്ത്രപരമായ മികവുണ്ട്. DKയെ പല രീതിയിൽ പെടുത്താൻ, മുൻകാലങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ പെടുത്താൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിവിധങ്ങളായ അന്വേഷണങ്ങൾ DKക്കെതിരെ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം പിടിച്ചു നിന്നു. പക്ഷേ DKയുടെ അഖിലധീലായി മാറുമോ ഇത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. നോക്കൂ, മുൻകാലങ്ങളിൽ മധ്യപ്രദേശിൽ BJP ഭരിച്ചിരുന്ന സമയത്ത് സാരി വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു സ്റ്റാമ്പേഡ്, അവിടെ BJPക്ക് വർഷങ്ങളോളം ഭരണം നഷ്ടപ്പെടാൻ ഇടയായതുപോലും അങ്ങനെയുള്ളൊരു സ്റ്റാമ്പീഡാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സ്റ്റാമ്പീഡുകൾ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പതനത്തിന് കാരണമായ ചരിത്രപരമായ സംഭവങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ വിനോദ് മാത്യു, ഇവിടെ നമുക്കറിയാം വിരാട് കോഹ്ലി 18 വർഷത്തിന് ശേഷം അദ്ദേഹം കാത്തിരുന്ന ഒരു കിരീടം സ്വന്തമാക്കിയ ദിനമാണ്. നേരത്തെ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പല ലീഗുകൾ ജയിക്കുമ്പോൾ ഇത്തരം ആഘോഷ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായി ആയിരിക്കാം IPL ജയിച്ച ഒരു ടീമിന് ഇത്ര വലിയ വരവേൽപ്പ് കിട്ടുന്നത്. ഇത് ഈ ജനക്കൂട്ടത്തെയൊക്കെ പ്രതീക്ഷിക്കണം. അത്രത്തോളം ആരാധകരുള്ള ഒരു ടീമാണ് ഇവിടെ. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട്, ദുരന്തത്തെ ആ തരത്തിൽ ചിത്രീകരിക്കുന്നതിനോട് യോജിക്കുന്ന ആളാണോ താങ്കൾ? ഒരിക്കലുമല്ല. കാരണം ഇതൊരു ഹ്യൂമൻ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മളുടെ എല്ലാ മനുഷ്യരും, ഞാൻ ഒരു തമാശ പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ സമയത്ത് തമാശയല്ല, ഒരു സാഹചര്യം പറഞ്ഞാൽ, നമ്മളൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒക്കെ ഒരു ആൾക്കൂട്ട തിക്കും തിരക്കിലും ഇടയിൽപ്പെട്ട് എപ്പോഴെങ്കിലും ശ്വാസം മുട്ടിയവരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്, മാധവൻ സിനിമ റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത്, അന്ന് ഞാൻ അടൂരാണ് താമസിക്കുന്ന സമയത്ത് അന്ന് അടൂർ സ്മിത തിയേറ്ററിലാണ്. ഇന്നത്തെ ആ തിയേറ്ററില്ല. സ്മിത തിയേറ്ററിൽ മീശ മാധവൻ സിനിമ റിലീസ് സമയത്ത് ഇന്നത്തെ പോലെ നമ്മുടെ പുതിയ ബുക്കിംഗ് സംവിധാനമൊന്നും ഇല്ലല്ലോ. അന്ന് പോയി ഒരു ഗ്രില്ലിനിടയിലൂടെ കടത്തി വിടുകയാണ്. അപ്പൊ നമുക്കറിയാം, അന്ന് ഈ കരിഞ്ചന്തയിലൊക്കെ ടിക്കറ്റ് കിട്ടുന്ന സമയമാണ്. അപ്പൊ എന്റെ ഫാമിലി, എന്റെ അപ്പായും അമ്മായും ഒക്കെ ഇതിന്റെ പുറത്ത് ടിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റ് അത്ര റഷാണ് സിനിമയ്ക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്കൂടെ കയറി നിൽക്കുന്നു, നമ്മൾ തലയ്ക്ക് മേളിൽ കൂടെ ഫാൻസുകാർ പോകുന്നു, തിക്ക്. അവസാനം എന്റെ അപ്പ പുറത്ത് വന്നിട്ട് ബഹളം വെക്കുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മ. മോനെ, ഇറങ്ങി സിനിമ കണ്ടില്ല, പിന്നെ കാണാം. പക്ഷെ അപ്പോഴും എന്റെ ഒരു ആവേശം, ഇവരെ സിനിമ കാണിക്കുക എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിന്റെ ഒരു ആവേശം ഉണ്ടല്ലോ. എന്ത് റിസ്ക് എടുത്താലും ആ ടിക്കറ്റ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ സിനിമയുടെ പുറകെ ആവട്ടെ, അല്ലെങ്കിൽ സ്പോർട്സിന്റെ പുറകെ ആവട്ടെ, ഇത്തരം ഒരു തിക്കിലും തിരക്കിലും പെട്ട അനുഭവം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഞാൻ ശ്രീ റിന്റു പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതായത് ഇതൊരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാറ്റിവെക്കാമായിരുന്ന ഒരു സാഹചര്യമില്ലേ? കാരണം ഇപ്പം മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊരു ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടാവും. ആ സംവിധാനത്തിൽ ഇത്രയും വലിയൊരു തിക്കും തിരക്കും ഉണ്ടാവും എന്നൊക്കെ അതിനുവേണ്ടി ഇവരെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ്. അതായത് സർക്കാർ സ്പോൺസേഡ് എന്ന് പറയാൻ കഴിയില്ല, ഒരു നെഗ്ലിജൻസ് എന്ന് പറയേണ്ടതായിട്ട് വരും. ശ്രീ രഞ്ജിത്ത്, നമ്മൾ ആലോചിച്ച് നോക്കിയേ, മെസ്സി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പ് കൈകാര്യം ചെയ്യുന്നത്, ലോകകപ്പ് മുത്തുന്നത്, അതിനെ ചുംബിക്കുന്നത്. അർജന്റീനയിൽ 3 ദിവസം, അതായത് അവരുടെ ബ്യൂണസ് ആയിട്ട് സിറ്റി മുഴുവൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ്. ഒരാൾ പോലും മരിച്ചില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കിപ്പോഴും സത്യത്തിൽ
ഈ തിക്കും തിരക്കും ഇല്ലാതെ അത് നമ്മുടെ ഒരു ബേസ് ആദ്യം കാണണം. എനിക്ക് പോയിട്ട് കപ്പ് ഉയർത്തുന്ന ഫസ്റ്റ് ഒന്ന് കാണണം. അത് കണ്ടിട്ട് എനിക്ക് വന്ന് അതിന്റെ മഹത്വം പറയണം, എന്റെ ഫ്രണ്ട്സിനോട് പറയണം. ഇതൊരു കൾച്ചർ ഒരുപക്ഷെ നമുക്ക് മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻസിനൊക്കെയാണ് ഇത് പൊതുവെ ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ യൂറോപ്പ് രാജ്യങ്ങളിൽ നമ്മൾ അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ട്. കാരണം അവിടെ എന്താണ്, ആ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഒരു സിനിമാ നടി, ഞാൻ എത്രയോ അനുഭവം നമുക്കുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ഉണ്ടല്ലോ തെലുങ്കില് നമ്മുടെ അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമാ താരം വന്നതിന്റെ പുറത്ത് ഒരു പെൺകുട്ടി ജയിലും, അല്ലു അർജുൻ ജയിലിലായി. അപ്പൊ ഇവിടെ അതാണ്, അതെ അതെ അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കും, അത് മാത്രമാണോ? നമുക്കറിയാം പിന്നെ ഇവിടെ ദുൽഖർ സൽമാൻ കൊട്ടാരക്കര ജുവൽ ഉദ്ഘാടനം ഇതേ തിക്ക് തിരക്കിൽപ്പെട്ടാണ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ നമുക്കറിയാം, അതുപോലെ തന്നെ ശബരി, നമുക്ക് ഇനി വേറെ നമ്മുടെ അടുത്ത കാലത്തെ അനുഭവമില്ലേ, നമ്മുടെ കൊച്ചിയിൽ നടത്തിയ ഒരു വലിയ ഡാൻസ് പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. അവിടെ ശ്രീമതി ഉമാ തോമസ് വീണ സമയത്ത് ഇതേപോലെ തന്നെയാണ് വീണു. അവിടുത്തെ ഒരു മന്ത്രിയുടെ മുമ്പിൽ വെച്ച് അവർ താഴെ വീണ് അവരെ ആശുപത്രി കൊണ്ടുപോയത് കണ്ടതിന് ശേഷവും അവരോട് പരിപാടി നടത്തി. അപ്പൊ നമുക്ക് അത്തരം മാനവിക സങ്കല്പങ്ങളോ ഹ്യൂമാനിറ്റേറിയൻ ഫീലോ ഒന്നുമില്ല. ഇതൊക്കെ അതിഭീകരമായ സ്പോൺസേർഡ് ആണ്. ഈ പറയുന്നത് പോലെ ഇത് ഞങ്ങൾ എടുത്ത സമയത്ത് ഇത് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ഫീല് നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് നോക്കിയാൽ അവരിങ്ങനെ ഒരു ആക്രമണം വന്ന് അപ്പൊ നിർത്തിവെക്കും. എന്തിനാണ് ഗാലറിയിൽ ആരാധകർ തമ്മിൽ തല്ലിയപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ്, കഴിഞ്ഞ അർജന്റീന ബ്രസീൽ യോഗ്യതാ മത്സരം നിർത്തിവെച്ചു. പിന്നീട് ആ പോയിന്റ് പട്ടികയിൽ പോലും അത് ബ്രസീലിന് ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടു. അപ്പൊ നമുക്കിപ്പോഴും നമ്മൾ ഈ തിക്കും തിരക്കും ഇല്ലാതെ ഒരു വിഷയത്തെ സമീപിക്കാൻ കഴിയുന്ന ഒരു കൾച്ചറില്ലായ്മ കൂടി ഇവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അല്ലാതെ ഇത് സർക്കാർ മുഴുവൻ നിയന്ത്രിച്ചാൽ പോലും ഒരുപക്ഷെ അവിടെ കൂടിയെത്തുന്ന മനുഷ്യർ, ആവശ്യമില്ലാത്തവർ, അവിടെ ഈ പോയവർ മുഴുവൻ സ്പോർട്സിനെ കാണുന്നവരാണോ, അല്ലെങ്കിൽ വിരാട് ഇന്നലെ ക്രിക്കറ്റിൽ കണ്ടവരാണോ? ഒന്നുമല്ല. അവിടേക്ക് ഇന്ന് പോയില്ലെങ്കിൽ എന്റെ ക്രെഡിറ്റ് നഷ്ടപ്പെടും, അഭിമാന ബോധം അല്ലെങ്കിൽ എന്റെ അഭിമാനക്ഷതം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് പോകുന്നവർ കൂടിയാണ്. ആ വിഷയം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അത് ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രോഗ്രാമുകൾ കേരളത്തിലുടനീളം നടക്കുകയാണ്. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു, ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എപ്പോഴെങ്കിലും ഇതുപോലെ അപകടം സംഭവിക്കും. ഇപ്പൊ എത്രയോ പാട്ടുകൾ അത് നിർത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർ തന്നെ പറയുന്നുണ്ട് തിക്കും തിരക്കും ഉണ്ടാക്കരുത്. പക്ഷെ എപ്പോഴെങ്കിലും, അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു കൾച്ചർ എങ്ങനെ ഉണ്ടായി? അതായത് ബഹളം വെച്ചും തിക്കും തിരക്കും ശ്വാസം മുട്ടിച്ചും. നമുക്കറിയാം കുസാറ്റിൽ കഴിഞ്ഞ വർഷമല്ലേ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിൽ തിക്കും തിരക്കും ഏതാണ്ട് 5 വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. അപ്പൊ സമകാലിക സംഭവങ്ങൾ ഒരുപാട് നമുക്കിടയിലുണ്ട്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അല്പം ഇതിനകത്ത് ഭരണപരമായ വീഴ്ചയുണ്ട്. ഇവർക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിൽ 2007 2020 വേൾഡ് കപ്പ് എടുത്ത സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ വിക്ടറി പരേഡ് ഉണ്ടായിരുന്നു. ഒരാളും മരിച്ചില്ല. കാരണം എന്താ, ഒരാഴ്ചക്ക് ശേഷമാണ് അവർ തിരിച്ചു വന്ന് അത് പ്ലാൻ ചെയ്ത് നടത്തപ്പെട്ടു. കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്ത സമയത്ത്, ഇന്ത്യ വേൾഡ് കപ്പ് എടുത്ത സമയത്ത്, ചാമ്പ്യൻസ് ട്രോഫി വേൾഡ് കപ്പ് എടുത്ത സമയത്ത്, ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച സമയത്ത്, സച്ചിൻ ടെണ്ടുൽക്കർ അവസാന വേൾഡ് കപ്പ് വിൻ ചെയ്ത സമയത്ത് ഒക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അമിത ആവേശം വളരെ പെട്ടെന്ന് ഇന്ന് ദിവസം നടത്തുക എന്ന് പറയുന്ന സർക്കാരിന്റെ അലംഭാവവും അവരുടെ നെഗ്ലിജൻസും അതിന്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇനി ഒരു കാര്യം പറയട്ടെ, 11 പേരാണ് മരിച്ചു. അവരാരും BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ആം ആദ്മിക്കാരോ ഒന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് അതിനകത്ത് അവര് സർക്കാർ കോൺഗ്രസിന്റെ ഭരിക്കുന്നത് കൊണ്ട് ഞാൻ പോയി എന്ന് വിചാരിച്ചു വരുന്നവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നതോട് വിയോജിപ്പുണ്ട്. പക്ഷേ ഇത്തരം മിഥുൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുന്, ഏറ്റവും ഒടുവിൽ ഈ രാഷ്ട്രീയമായി ഈ വിഷയത്തെ അവിടെ അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കർണാടക സർക്കാർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യ പറഞ്ഞത് പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ക്രൗഡ് അതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. 32,000 പേർ കൂടുന്ന ഒരു സ്ഥലത്ത് 2-3 ലക്ഷം പേർ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലേ? രജിത്ത്, അല്പസമയത്തിനു മുമ്പ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു ആളുകളുടെ ഒരു വലിയ തിരക്ക്. കാരണം സ്റ്റേഡിയത്തിന് പുറത്ത് മാത്രം 2 മുതൽ 3 ലക്ഷം വരെ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയുള്ള കാര്യങ്ങൾ അത് ഫലവത്താവാതെ പോയതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു വിശദീകരണമാണ് സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നേരത്തെ DK ശിവകുമാർ വ്യക്തമാക്കിയതാണ്, തങ്ങൾ മാപ്പ് ചോദിക്കുന്നു, വീഴ്ച പറ്റി. പക്ഷേ പോലീസിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന രീതിയിൽ കൂടിയായിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ DK ശിവകുമാറും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കാരണം അത് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ അവർക്ക് സാധിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ദുരന്തം ഉണ്ടാവുകയും 11 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതിനു പിന്നാലെയും തൊട്ടു പിന്നാലെയും RCBയുടെ മാനേജ്മെന്റ് സ്റ്റേഡിയത്തിനകത്ത് പരിപാടികൾ തുടരുകയായിരുന്നു, ആഘോഷ പരിപാടികൾ തുടരുകയായിരുന്നു. പക്ഷേ അത് ഒരർത്ഥത്തിൽ RCB മാനേജ്മെന്റ് നടത്തുകയായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകില്ലായിരുന്നു. മറിച്ച്
ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടിട്ട് നേരെ അദ്ദേഹം പോയത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. അദ്ദേഹം ആ കിരീടം ഉയർത്തിക്കൊണ്ട് ഈ താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ സംസ്ഥാന സർക്കാർ നേരിട്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും BJP ഇതിനോടകം തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ സ്പോൺസേഡ് ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി അനുശോചിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഹൃദയം തകരുന്ന തരത്തിലുള്ള വേദനയാണ് ഈ ദുരന്തത്തിലൂടെ ഉണ്ടായത് എന്നുള്ള പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത്. സ്വാഭാവികമായും മനസ്സിലാക്കുന്നത് പോലീസ് ഉച്ചയ്ക്ക് ഈ വിക്ടറി പരേഡ് പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. വിക്ടറി പരേഡ് ഉപേക്ഷിക്കണം, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മാത്രം ചെറിയൊരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കാം എന്നുള്ളതാണ്. കാരണം പോലീസിന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രിന്റ് വെക്കാറുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കാം, വലിയ ആരാധകർ കൂടും, ബാംഗ്ലൂർ പോലെയുള്ള നഗരമാണ്, ആ നഗരത്തിൽ ഇത്രയധികം ആളുകൾ കൂടുന്നത് എന്തു തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊക്കെയുള്ള കൃത്യമായ ധാരണ പോലീസിനുണ്ടായിരിക്കാം. പക്ഷേ അവിടെ വില്ലനായത് ഈ കർണാടകയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇടപെടലും സർക്കാരിൻ്റെ സമ്മർദ്ദവുമാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും. പക്ഷേ ഇതിന് ഏറ്റവും ഒടുവിൽ BCCIയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. BCCI പറയുന്നത് കൃത്യമായി ജാഗ്രത പുലർത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തേണ്ടത്. പക്ഷേ അതിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളൊരു വിമർശനമാണ് BCCIയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. മറ്റൊന്ന്, IPL ചെയർമാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിക്ടറി പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും IPLന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് IPL ഉത്തരവാദിയല്ല എന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു വന്നിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. 11 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണ്. വലിയൊരു വിജയാഘോഷമായിരുന്നു നടക്കേണ്ടിയിരുന്ന, അതുപോലെ ഒരു കണ്ണീർക്കടലായി പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. നിലവിൽ ഹോസ്പിറ്റലിലുള്ളവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി രജിത്ത് പുറത്തു വരുന്നുണ്ട്. അതായത് 16 പേർക്കാണ് നിലവിൽ ഗുരുതരമായി പരിക്കുകളേറ്റിട്ടുള്ളത്. ഇവരുടെ നില അതീവ ഗുരുതരമാകുന്നു. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതിൽ 33 പേർ നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ഈ 33 പേരിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. ഒന്ന്, 5000 പോലീസുകാരെ മാത്രമാണ് ഇതിൽ വിന്യസിച്ചിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം കൊച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ പോലും 2000-ന് മുകളിൽ പോലീസിനെ വിന്യസിക്കാറുണ്ട്. അതായത് ഒരു ചെറിയ മത്സരം നടക്കുമ്പോൾ പോലും അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ ഫ്രാഞ്ചൈസികൾ കപ്പടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള റോഡ് ഷോ ഉണ്ടാകും, വിക്ടറി പരേഡുകൾ ഉണ്ടാകും. അവിടെയൊക്കെ ഈ രീതിയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ മാത്രം അതിന് സാധിച്ചില്ല? ഒരു 5000 പോലീസുകാരെ മാത്രം നിയോഗിച്ചാണോ ഇത്രയും പേർ ആരാധകർ കടന്നു വരുന്ന ഒരു വേളയിൽ ഇത്രയും ലാഘവത്തോടു കൂടിയാണോ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. തീർച്ചയായും തിരിച്ചു വരാം. ശരി, MG ബിസിലാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കർണാടക BJPക്ക് ഏറെ നിരാശ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നൽകിയ ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം കോൺഗ്രസ് അവിടെ ശക്തമായി തന്നെ അടിവേരിലുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ എന്തു വിഷയം സർക്കാരിനെതിരെ വന്നാലും സ്വാഭാവികമായും അത് BJP പൊലിപ്പിക്കും, സംശയമില്ല. ഇവിടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു വിഷയത്തിൽ BJP അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും സർക്കാർ സ്പോൺസേഡ് കൊലപാതകം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ അപകടം എന്ന് പറയുകയും ചെയ്ത് സ്വാഭാവികമാണ്. അതിനപ്പുറത്ത് ഇത് വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രചരണായുധമായി BJP മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അത് നോക്കൂ, ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ആസൂത്രിതമായിട്ടുള്ള ജനങ്ങളെ കൂട്ടക്കലിക്ക് കൊടുത്ത് എന്നുള്ള കാര്യം കൃത്യമാണ്. നോക്കൂ, RCB ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിക്ടറി ഡേക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല. IPL മേധാവികളോ IPL സംവിധാനമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിക്ടറി ഡേക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ ആരാണ് ഇതിനു വേണ്ടി ആസൂത്രിതമായിട്ടൊരു ശ്രമം നടത്തിയത്? ആ ശ്രമമാണ് ഞങ്ങൾ പറഞ്ഞത്. DK ശിവകുമാർ അവിടെ സ്വാഭാവികമായിട്ട് RCBക്കും വിരാട് കോഹ്ലിക്കും ടീമിനും കിട്ടിയ ഒരു ജനകീയമായിട്ടുള്ള സ്വീകാര്യത, ആ സ്വീകാര്യതയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞുകൊണ്ട് DK കൗശികുമാർ നടത്തിയിട്ടുള്ള വലിയൊരു ശ്രമം,
ആ ശ്രമമാണ് ഞങ്ങൾ പറയുന്നത് ആസൂത്രിതമാണെന്നുള്ളത്. അത് കൃത്യം വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ അത് തിരക്കഥ, നേരത്തെ മോഹൻ സാറ് പറഞ്ഞ ഒരു തിരക്കഥ പോലെ ജനങ്ങൾ മരിച്ചു വീണ് വളരെ രീതി പരിക്കുകൾ പറ്റുമ്പോഴും ശിവകുമാർ ചെയ്യുന്നത് അദ്ദേഹം അവിടെ വലിയൊരു ക്രിക്കറ്റിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ച് റൺ നേടിക്കൊണ്ട് അദ്ദേഹം വിജയിപ്പിച്ചതുപോലെ കോഹ്ലിയേക്കാൾ കേമനായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമ്മളവിടെ കണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ടീമിനും അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് കിട്ടുന്ന ഒരു ജനകീയമായിട്ടുള്ള ആ സംവിധാനത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നത്. അത് പലപ്പോഴും ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചെയ്യാറുണ്ട്, പലപ്പോഴും ചില വ്യക്തികൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ മെസ്സി വിവാദം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചത് ഒരു ചാനലും അതുപോലെ തന്നെ ഒരു ഭരണകൂടവുമാണ്. അതോടൊപ്പം നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് തന്നെ വിവിധ വിക്ടറി ഡേകൾ നടക്കാറുണ്ട്. ആ വിക്ടറി ഡേക്ക് കൃത്യമായ ഒരു ദിനം നൽകും. ആ ദിനത്തിൽ കൃത്യമായിട്ടുള്ള ജനങ്ങളോട് ആഹ്വാനം ചെയ്യും, അതിനനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു നോക്കൂ. മുംബൈയിൽ നമ്മുടെ ക്രിക്കറ്റ് നമ്മൾ കിരീടവുമായി ബന്ധപ്പെട്ട് T20 കിരീടവുമായി ബന്ധപ്പെട്ടിട്ട് മുംബൈയിൽ നമുക്കറിയാം നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് നൽകിയ ഒരു സ്വീകരണമുണ്ട്. അതിൽ 6 ലക്ഷം 7 ലക്ഷം ആളുകളാണ് ആ സ്വീകരണത്തിൽ പങ്കെടുത്തത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്വീകരണത്തിൽ ഒരാൾക്ക് പോലും ഒരു പരിക്ക് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് അറിയാം. സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക ക്രിക്കറ്റിനെ ഒരു മതമായി കാണുന്ന രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാമല്ലോ, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെ ഉള്ളിൽ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശമുണ്ട്, ആരാധകരോടുള്ള ആരാധനയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനക്കൂട്ടം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ശിവകുമാർ ഉദ്ദേശിച്ചത് ഈ ജനക്കൂട്ടം വരികയും ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ ആളാകാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമമാണ്. അത് നടത്തുന്ന സമയത്ത് പോലീസ് സംവിധാനം, ഇന്ത്യൻ സംവിധാനം കൃത്യമായി പറയുന്നു, ഇപ്പോൾ ഇത് നടത്തരുത്, നടത്തിക്കഴിഞ്ഞാൽ അപകടമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, അതിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് നിർബന്ധമായി നടത്തും എന്ന് അദ്ദേഹം ഉറപ്പു കൊടുക്കുന്നത്. അപ്പൊ ക്രിക്കറ്റ് അസോസിയേഷനുമായി DK ശിവകുമാർ നടത്തിയിട്ടുള്ള ജനങ്ങളെ കൂട്ടക്കൊലി നടത്താനുള്ള ഒരു വഴിയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് 11 പേരെന്നാണ്. ഇതിന്റെ അവസാന റിസൾട്ട് വരുന്ന സമയത്താണ് എത്ര പേരാണ്, എത്ര നിരപരാധികളാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ മരണപ്പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ സ്ഥിതി വിഭിന്നമല്ല. ഇപ്പൊ താരാരാധനയുമായി ബന്ധപ്പെട്ട് സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമ നടിമാരോ നടന്മാരോ വരുന്ന സമയത്ത് പോലും ഇവിടെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ക്രൗഡ്. അപ്പൊ കൃത്യമായിട്ട് പോലീസ് സംവിധാനമാണ് അത് നിയന്ത്രിക്കാറ്. അപ്പൊ ആ നിയന്ത്രിക്കാനുള്ള സംവിധാനം പോലീസിൽ തൃശ്ശൂർ പൂരം ഏകദേശം 1 ലക്ഷം പേര് വരുന്നതാണ്. സ്വാഭാവികമായിട്ട് 8000 9,000 പോലീസുകാരാണ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ പഴയ കാലഘട്ടം പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വന്ന് ആ പ്രദേശത്ത് വന്ന് എന്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ട്രെൻഡാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തിൽ വരുന്ന മുഴുവൻ ആളുകളും ഒന്നും പൂരം ആസ്വദിക്കാറൊന്നുമല്ല. ആ പൂരം നഗരിയിൽ ഒന്ന് വന്നിരിക്കുക, ആ പൂരത്തിൽ ഞാൻ പങ്കാളിയായി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പൂരത്തിന് വേണ്ടി വരുന്നത്. അതുപോലെയാണ് ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള RCB പോലെയുള്ള ഒരു 18 വർഷത്തിന് ശേഷം കിരീടദാനം നടത്തുമ്പോൾ ജനങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. 3-4 ലക്ഷം ആളുകൾ വരും. അവിടെ കപ്പാസിറ്റി എത്രയാണ്? സ്വാഭാവികമായിട്ട് ബാംഗ്ലൂർ നഗരത്തിന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 1 ലക്ഷം പേരെ അവിടെ ഉൾക്കൊള്ളാവുന്ന സംവിധാനങ്ങളുള്ള ഒരു സ്റ്റേഡിയം ഇല്ല. 30,000 കപ്പാസിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു ആസൂത്രിതമായിട്ട് ജനങ്ങളെ കുരുതി കൊടുക്കാൻ കോൺഗ്രസ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് നടത്തിയിട്ടുള്ള ശ്രമമാണെന്ന് BJP പറയുമ്പോൾ അതെങ്ങനെ രാഷ്ട്രീയ പ്രേരകമാവുക? ഞങ്ങൾ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് ജനങ്ങളെ കുരുതി കൊടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള സ്വാഭാവികമായിട്ട് സർക്കാരിന്റെ ഇത് നിരുത്തരവാദിത്തപരമാണ്. രാഷ്ട്രീയ നിരുത്തരവാദിത്തപരമായിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ, ഒരു വിജയാഘോഷത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശിവകുമാറിന്റെ വലിയൊരു ശ്രമം, ആ ശ്രമമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സിമോൻ വർഗീസ്, ഈ വിമാനത്താവളത്തിൽ ഈ താരങ്ങളെ സ്വീകരിക്കാൻ എത്തിയ DK ശിവകുമാറാണ്. അതിനുശേഷം ഈ പരിപാടിയിൽ ഉടനീളം, വിക്ടറി റാലിയിൽ ഉടനീളം ശിവകുമാറിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സ്റ്റേഡിയത്തിലും ശിവകുമാർ എത്തി. ഈ ദുരന്തം നടന്ന ശേഷം അതിന് ഒട്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് താൻ അതിനെക്കുറിച്ച് പഠിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്നാണ്. ദുരന്തത്തിൽ അനുശോചനമൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് അവിടെ പോയി ഇതിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ കർണാടകയിൽ ഇതിനകം തന്നെ സൂപ്പർ മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള പേര് കേട്ട ശിവകുമാർ ഈ പരിപാടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം നിൽക്കുമ്പോഴാണ് വലിയ തിരിച്ചടിയായി സംഭവിക്കുന്നത്. ഈ DK ശിവകുമാർ കർണാടക കോൺഗ്രസ്സിലെ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഇന്ത്യയുടെ ഏറ്റവും തിളങ്ങുന്ന മുഖങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് അത്രയും തിളങ്ങുന്ന മുഖമുണ്ടാകാനൊരു കാരണം അദ്ദേഹം സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. എല്ലാ ശക്തികളും തനിക്കെതിരെ തിരിയുമ്പോഴും ഇത്ര കാലം ശിവകുമാർ ഫ്ലോട്ട് ചെയ്ത് നിന്നതും ഈ ഒരു ക്രാന്തദർശിത്വവും അല്ലെങ്കിൽ സാധ്യതകളെ അല്ലെങ്കിൽ ഒരു അർദ്ധാവസരങ്ങൾ ഉൾപ്പെടെ വലിയ സാധ്യതകളായി മാറ്റാനുള്ള കഴിവാണ്. അങ്ങനെ ഒരു സാധ്യതയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് IPL മത്സരമെല്ലാം കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് പൂർണ്ണമായി കണ്ട ഒരു മത്സരം ലൈവായിട്ട് കണ്ട ഒരാളാണ്. അപ്പം അതിന് ശേഷം വിരാട് കോഹ്ലി കപ്പ് ഉയർത്തുകയാണ്, അല്ലെങ്കിൽ രജത് പട്ടിദാറും സംഘവും RCBക്ക് വേണ്ടി കപ്പ് ഉയർത്തുകയാണ്.
അതിനുശേഷം നടത്താവുന്ന ഒരുക്കങ്ങൾക്ക് ഒരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് ആ ടൈമിൻ്റെ ഒരു കാര്യം. അപ്പോൾ നാളെ തന്നെ വേണം, അത് പിറ്റേ ദിവസം തന്നെ വേണം, അല്ലെങ്കിൽ അർദ്ധരാത്രി കഴിഞ്ഞ് പിന്നീട് കൃത്യം പറഞ്ഞാൽ ഒരു വലിയ സമയം കിട്ടുന്നില്ല. അതിനുശേഷം ഒരു 12 മണിക്കൂറിനുള്ളിൽ ആ ടീം ബാംഗ്ലൂർ നഗരത്തിൽ വന്ന് ഇറങ്ങുകയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നടത്താവുന്ന ഒരുക്കങ്ങൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസ് ഗ്യാതറിങ് അവിടെ ആവശ്യമാണ്. അപ്പം ന്യായമായി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തയ്യാറെടുക്കേണ്ടത് എന്താണ്? ഒരു ദിവസം കൂടെ വൈകിട്ടെ, 1-2 ദിവസം കൂടെ വൈകിട്ടെ. അപ്പോൾ ഈ ഒരു വികാരം സ്വല്പം തണുത്തേക്കാം, പക്ഷേ ഏറ്റവും ചിട്ടയോടുകൂടി ഭംഗിയായി അപകട സാധ്യത ഒഴിവാക്കി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം സ്വാംശീകരിച്ച് കൃത്യമായി നടപ്പാക്കാമായിരുന്നു. ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ ഈ താരങ്ങളെല്ലാം മുകളിൽ നിൽക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് എന്ത് ഭംഗിയായിട്ടാണ് അത് ചെയ്തത്, മുംബൈ കിരീടം അണിഞ്ഞപ്പോൾ ചെയ്തത്. അതുപോലെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതെല്ലാത്തിലും ഒരു ധൃതി കണ്ടു. അവിടെയാണ് ശിവകുമാറിനെതിരെ ഉയരുന്ന ആരോപണം. ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന വേദിയിൽ ആ കപ്പ് ഉയർത്താൻ വേണ്ടി താനും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തനിക്ക് വലിയൊരു തൻ്റെ കരിയിടത്തിലെ ഒരു പൊൻതൂവലാണ്. സത്യമായിട്ട് നമുക്ക് സ്പോർട്സിനെ പിന്തുണ, ഞാനൊരു സ്പോർട്സ് സ്നേഹിയാണ്, അപ്പം പ്രത്യേകിച്ച് ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിക്കറ്റ് താൻ പൂർണ്ണമായി പ്രിൻസിപ്പിനോട് യോജിക്കുന്നു. ക്രിക്കറ്റ് ഇന്ത്യയിൽ മതമാണ്, മതം പോലെയെന്നല്ല, മതം തന്നെയാണ്. ഇവിടെ ലോകവേദികളിൽ ഇന്ത്യക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഇനം ക്രിക്കറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ ഓരോ കുഞ്ഞും ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ക്രിക്കറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ക്രൗഡ് മെൻറ്റാലിറ്റിയെ നമുക്ക് തുച്ഛീകരിച്ച് കാണാനാവില്ല. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനെ ദേശീയതയുമായോ രാഷ്ട്രീയമായോ കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമല്ല. IPL എന്ന് പറയുന്നത് ടിപ്പിക്കൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള മത്സരമാണ്. അത് സിറ്റി സെൻട്രിക്കായി നടത്തുന്ന മത്സരങ്ങളാണ്. അവിടെ ഒരു കർണാടകത്തിൻ്റെ ടീം അല്ല മത്സരിച്ചെന്ന് ഓർക്കണം, ഇന്ത്യയുടെ ടീം അല്ല മത്സരിച്ചെന്ന് ഓർക്കണം. ഡൽഹിക്കാരനായ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ജാർഖണ്ഡുകാരനായ ധോണി മദ്രാസിലും വിരാട് കോഹ്ലി ബാംഗ്ലൂരിലും വന്ന് കളിക്കുമ്പോൾ ഒരു പാൻ ഇന്ത്യ ഇമേജ് ഉണ്ടാകുന്നു എന്നത് ശരിയാണ്. ഇവിടെ ഒരു താരാരാധന പരമാവധി മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിലൂടെ അല്ലെങ്കിൽ ബിസിനസ് കോൺഗ്ലോമറേറ്റ്സ് എല്ലാം തന്നെ ഈ മനോഭാവത്തെ, ഇന്ത്യയുടെ ക്രിക്കറ്റ് എന്ന റിലിജിയൻ മനോഭാവത്തെ പരമാവധി കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അതിൻ്റെ ഭാഗമായി വരുന്ന ഒരു എൻത്യൂസിയാസം. അതുകൊണ്ടാണ് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന് വലിയ സ്വീകാര്യത. ഇതൊരു വലിയ പരീക്ഷണമായിരുന്നു. പലരും പറഞ്ഞു ഈ 18 വർഷം മുൻപ് IPL തുടങ്ങുന്ന സമയത്ത് പലരും സൂചിപ്പിച്ചു ഇത് ഇന്ത്യയിൽ ഈ പരിപ്പ് വേവില്ല, ഇവിടെ സംസ്ഥാന ക്രിക്കറ്റ് അല്ലെങ്കിൽ ദേശീയ ക്രിക്കറ്റ്, നാഷണലിസം ഇത് മാത്രമേ വേവൂ. പക്ഷേ അങ്ങനെ അല്ല എന്ന് സിറ്റി സെൻട്രിക് ക്രിക്കറ്റിന് വേരോട്ടം ഉണ്ടാക്കി കൊടുത്തു. അത് മാധ്യമങ്ങൾക്ക് വലിയൊരു റോളുണ്ട്, അത് ബിസിനസ് കോൺഗ്ലോമറേറ്റ്സിന് റോളുണ്ട്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മാറി ചിന്തിക്കുക എന്നുള്ളതല്ല, ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് വേണ്ടെന്നല്ല പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാനലിസ്റ്റുകളെല്ലാം ഇക്കാര്യത്തിൽ യോജിക്കുന്നു. ഇതൊരു ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് മക്കളുടെ മക്കളോട് പറയത്തക്ക രീതിയിൽ ഒരു സെൽഫിയെങ്കിലും അവിടെ എടുത്തു വെക്കണം, കഴിയുമെങ്കിൽ ഒരു റീല് സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ അത് സ്റ്റേറ്റസ് ആക്കണം, വാട്സപ്പ് സ്റ്റേറ്റസ് ആക്കണം. ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്ന ഒരുതരം മനോഭാവത്തിലേക്ക് നമ്മുടെ ജനം അത് നീങ്ങി. അവരെ കുറ്റപ്പെടുത്താനാവില്ല, കാരണം ആ രീതിയിലാണ് മനസ്സുകളെ ഒരുക്കുന്നത്. അവിടെ ഇതുപോലെയുള്ള വില കൊടുക്കേണ്ടി വരും. ഇത് മുൻകൂട്ടി അറിയാത്തവരല്ല രാഷ്ട്രീയക്കാർ. അതുകൊണ്ടാണ് ഇവിടെ IPL അല്ല, IPLൻ്റെ ബോർഡോ IPLൻ്റെ ഭരണസമിതിയോ അല്ല ഇങ്ങനെയൊരു ആഘോഷം ബാംഗ്ലൂരിൽ പ്ലാൻ ചെയ്തത്. അത് മാത്രമല്ല കർണാടക ക്രിക്കറ്റ് അസോസിയേഷനോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും ക്രിക്കറ്റ് ഭരണ സംവിധാനങ്ങളോ അല്ല, മറിച്ച് ഇതൊരു RCB ബാംഗ്ലൂരിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസിയുടെ ആവശ്യമാണ്. അവരാദ്യമായി 18 വർഷത്തെ ദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ അവിടെ ഏക പ്ലെയറാണ്, 18 വർഷവും അംഗത്വം തുടരുന്ന ഏക പ്ലെയറാണ് വിരാട് കോഹ്ലി എന്ന് ഓർക്കണം. ക്രിസ് ഗെയിൽ ഉണ്ടായിരുന്നു. ക്രിസ് ഗെയിൽ പലയിടത്തും കറങ്ങി അവസാനം ബാംഗ്ലൂരിൽ വന്നു. കഴിഞ്ഞ ദിവസവും ഗെയിലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ AB ഡിവിലിയേഴ്സ്, സൗത്ത് ആഫ്രിക്കനായ AB ഡിവിലിയേഴ്സിൻ്റെ സാന്നിധ്യം, ഇവരെല്ലാം ദീർഘകാലം ബാംഗ്ലൂർ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സാന്നിധ്യം ഒരു ഇലക്ട്രിഫയിങ് ഒരു പ്രസൻസാണ്. പക്ഷേ ഈ വൺ മാൻ കിങ് കോഹ്ലി എന്ന് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്ത്യക്കാർ വിളിക്കുന്ന, ഇന്ത്യ ഏതാണ്ട് എല്ലാ കിരീട ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒഴിച്ച് മറ്റെല്ലാ ഇടത്തേക്കും വിജയങ്ങളിലേക്ക് പിടിച്ചുയർത്തിയ നായകനായിട്ടും അല്ലാതെയും പിടിച്ചുയർത്തിയ വിരാട് കോഹ്ലിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കടമെന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ താൻ 18 വർഷം പ്രതിദാനം ചെയ്ത ഫ്രാഞ്ചൈസിയെ വിജയത്തിലെത്തിക്കാൻ
കഴിഞ്ഞില്ലല്ലോ എന്നാണ്. അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അല്ല എങ്കിൽ പോലും കീ പ്ലെയർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ആ ട്രോഫിയും നേടിയിരിക്കുന്നു. അതുകൊണ്ട് വിരാട് കോഹ്ലിയോടുള്ള ആരാധന, താരാരാധന RCB മാത്രമല്ല, ഇത് RCB സപ്പോർട്ടേഴ്സ് മാത്രമായിരിക്കില്ല അവിടെ കൂടിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-ക്കാരല്ല, കോൺഗ്രസ്സുകാരല്ല, ആം ആദ്മി പാർട്ടിക്കാരല്ല, ജനതാദളുകാരല്ല, മറിച്ച് ക്രിക്കറ്റ് എൻത്യൂസിയാസ്റ്റ് ആൻഡ് ഓൾസോ ഈ വീരാരാധന, വിരാട് കോഹ്ലിയോടുള്ള വീരാരാധനയുള്ള ആളുകൾ, സാധാരണ ആളുകൾ, ഇവരെല്ലാം കൂടുമ്പോൾ അതിൽ നിന്നാണ് DK ശിവകുമാർ ഒരു സാധ്യത കണ്ടെത്തിയത്. അങ്ങനെയുള്ള സാധ്യതകൾ രാഷ്ട്രീയക്കാർ കണ്ടെത്തുമ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികൾ കൂടി കണക്കിലെടുക്കണമായിരുന്നു. കണക്ക് കൂട്ടലുകൾക്ക് വലിയ മിടുക്കനായ വിഖ്യാതനായ DK ശിവകുമാറിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണോ ഇത് എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ വിനോദ് മാത്യു, ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലിവർപൂളിൻ്റെ ആഘോഷത്തിനിടെ കാറിടിച്ച് കയറ്റി 47 പേർക്ക് പരിക്കേറ്റ സംഭവമൊക്കെ ഉണ്ടായി. അതിനുശേഷം ലിവർപൂൾ അവർ ആരാധകരോടൊക്കെ മാപ്പ് പറയുന്ന പശ്ചാത്തലമുണ്ടായി. ഇവിടെ അല്ലു അർജുൻ്റെ സിനിമ റിലീസായപ്പോൾ, പുഷ്പ 2 റിലീസായപ്പോൾ അപകടമുണ്ടായി, ഒരു മരണമുണ്ടായി. അല്ലു അർജുൻ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഒരു രാത്രി ജയിലിൽ കിടക്കേണ്ടി വന്നു. അത് തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ വിഷയമായി അത് മാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ശക്തമായ നടപടി സർക്കാർ എടുത്തു. ഇവിടെ വിരാട് കോഹ്ലി ചെയ്ത പണി, വിരാട് കോഹ്ലിയോട് എല്ലാവർക്കും ആരാധനയുണ്ട്, ലക്ഷക്കണക്കിന് ആരാധകരുള്ള ആളാണ്. പക്ഷേ ഈ സംഭവം അറിഞ്ഞിട്ടും 11ഓളം ആളുകൾ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും വിരാട് കോഹ്ലി അവിടെ ആഘോഷം തുടരുകയാണ്. ഈ സംഘാടകരും പറയുന്ന ആഘോഷം ആ തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ്. മന്ത്രിമാരടക്കം അതിൽ പങ്കെടുക്കുകയാണ്. ഈ കായിക താരങ്ങൾക്ക് പൊതുവെ ഈ തങ്ങളെ സ്നേഹിക്കുന്നവരോട്, തങ്ങളെ ആരാധനയൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവരൊക്കെ നിലനിൽക്കുന്നത്. അവരോടൊരു ഔചിത്യബോധം വേണം, ഒരു ഉത്തരവാദിത്തം വേണം. അതൊന്നും ഇല്ലാതിരുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് കൂടി ആയിരിക്കും പൊതുസമൂഹം ചർച്ച ചെയ്യുക. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഔചിത്യബോധം എന്ന് പറയുന്നത് ഉണ്ടാവേണ്ടതാണ്. അത് ഭരണകർത്താക്കൾക്ക് ഉണ്ടാവണം, അവിടെ ആഘോഷിക്കാൻ വരുന്നവർക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഉമാ തോമസിന്റെ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ആ വിഷയത്തിൽ നമുക്ക് ഈയിടയ്ക്ക് തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ശ്രീ വേടന്റെ വിഷയം ഒരു പ്രോഗ്രാം വന്നപ്പോൾ അതിന്റെ ഒരു ടെക്നീഷ്യൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ലൈവിൽ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാണിച്ച ഔചിത്യബോധം പോലും ഈ പറയുന്ന വലിയ താരങ്ങൾക്ക് ഇല്ലാതെ പോകുന്നുള്ളത് യാഥാർത്ഥ്യവും സത്യമാണ്. അതിന്റെ പിന്നിൽ ഇവിടെ മോഹൻ സാർക്ക് സൂചിപ്പിച്ചതുപോലെ ഇത് ബിസിനസ് ആണല്ലോ, ഇത് ഭയങ്കര ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി, അതിന്റെ ആഘോഷമൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ പോയിന്റ്, എന്റെ ഈ ഡിബേറ്റിൽ ഞാൻ വെക്കുന്ന ആദ്യത്തെ പോയിന്റ്, ഔചിത്യബോധം ഇവർക്ക് മാത്രമല്ല അവിടെ പോകുന്നവർക്ക് കൂടി ഉണ്ടാവും. അവിടെ പോകുന്നവർക്ക് ഈ തിക്കും തിരക്കും പെടാതെ ഇതിലൊക്കെ പോകാൻ കഴിയുന്ന ഒരു കൾച്ചർ ബേസ് ആയിട്ട് ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇവിടെ പ്രിന്റോ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത്തരം ഒരു ചർച്ചയിൽ ഞാൻ ആ വിഷയത്തെ അങ്ങനെ വഴിതിരിച്ചു വിടുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പോലും എനിക്കൊരു സാമാന്യ പ്രശ്നമാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇത് ആവർത്തിച്ച് അദ്ദേഹം രാഷ്ട്രീയമാണെന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരുന്നതിന്റെ ഭാഗമായി എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ തൊട്ടുമുമ്പല്ലേ പിന്നെ പെഹൽഗാം ആക്രമണം നടന്നിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ആവർത്തിച്ച് പറയുന്നു. എന്തെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു നാൾ വരെ പറഞ്ഞിട്ടുണ്ടോ? നമ്മള് പാകിസ്ഥാനെതിരെ യുദ്ധമല്ല, അതിനെ തിരിച്ചടിച്ചു. നമ്മൾ രാജ്യസ്നേഹം പറഞ്ഞു, രാജ്യസ്നേഹത്തെ പറ്റി സംസാരിച്ചു, നമ്മൾ ഭാരതത്തിനൊപ്പം സാങ്കേതിക പ്രശ്നമുണ്ട് വിനോദ്, സാങ്കേതിക പ്രശ്നമുണ്ട്. കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. മൈക്ക് മ്യൂട്ടാണ്. ഒന്ന് മൈക്ക് ശരിയാക്കുമോ? ഇല്ല, പ്രശ്നമുണ്ട്. തിരിച്ചു വരാം താങ്കളിലേക്ക്, മറ്റതിഥികളിലേക്കും വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. പ്രിന്റു, അപകടമുണ്ടായി, ദുരന്തം സംഭവിച്ചു, ദൗർഭാഗ്യകരമാണ്. പക്ഷേ അതിനെ വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയം അതിൽ കണ്ടെത്തുന്നതിലും സുരക്ഷാ വീഴ്ച കണ്ടെത്തുന്നതിലുമൊക്കെയാണ് BJP അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലാണ് ആക്ഷേപം. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങോട്ട് വരാം പ്രിന്റു. അല്ല, ഇതിനകത്ത് നോക്കൂ, ഇത് ഞാൻ പറഞ്ഞതും BJP-യുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതും വളരെ കൃത്യമാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നിയന്ത്രിക്കുന്നതെങ്കിൽ അത് മുഖ്യമന്ത്രിയാണല്ലോ വരേണ്ടത്. മുഖ്യമന്ത്രിക്ക് പകരം ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും, ഇപ്പൊ വിമാനത്താവളം മുതൽ വിധാൻസൗധ ടു സ്റ്റേഡിയം, ഇവിടെയൊക്കെ കാണുന്നത് ഒരു വൺ മാൻ ഷോയാണ്. എനിക്കൊന്ന് സിദ്ധരാമയ്യ പോലും അതിന് മൗനാനുവാദം കൊടുത്തുപോയതായിരിക്കും കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നാണ് ഞാൻ പറയുന്നത്. അവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഈ പോപ്പുലാരിറ്റിയെ, അവിടെ കിട്ടുന്ന വ്യക്തികളുടെ വൈകാരികമായ ഒരു മാനസികാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്പോർട്സ് പോലെയുള്ള വിക്ടറികൾ ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങൾ വൈകാരികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവുക. അത് ഇന്ത്യ മുഴുവൻ അങ്ങനെയുണ്ടാകും. പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് വിരാട് കോഹ്ലിയെ പോലെ ഒരാൾക്ക് കൊടുക്കാവുന്ന വലിയൊരു യാത്രയായി 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വിക്ടറിനെ പോലും പ്രഖ്യാപിക്കുന്നത്.
അവിടെ അറിഞ്ഞും അറിയാതെയും വന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാം. അപ്പൊ സ്വാഭാവികമായിട്ട് വിരാട് കോഹ്ലിക്ക് കൊടുക്കാവുന്ന ഒരു വലിയൊരു യാത്രയപ്പ് പോലെ ജനങ്ങൾ അതിനെ കാണും, ജനങ്ങൾ അവിടെ തള്ളി കയറും, അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ ഉണ്ടാകും. ഇതിന് സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ച് ക്രമസമാധാന പാലനം പാലിക്കാതെ അതിന് വിട്ടുകൊടുക്കുന്നത് ദുരന്തങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അതിന് നമ്മൾ വിമർശിക്കണ്ടേ? അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? ആൾക്കൂട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായി നിയന്ത്രണമില്ലാത്ത സംവിധാനമാണ്. അത് എവിടെയായിരുന്നാലും, അത് പൂരമായിക്കോട്ടെ, ഉത്സവമായിക്കോട്ടെ, രാഷ്ട്രമായിക്കോട്ടെ, പലപ്പോഴും നമ്മുടെ കേരളത്തിലകത്ത് ചില സെലിബ്രിറ്റികളെ കാണാൻ വേണ്ടി വരുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ജനങ്ങൾ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് തള്ളിക്കയറ്റം ഉണ്ടാകും. ആ തള്ളിക്കയറ്റത്തെ മുൻകൂട്ടി കാണാനുള്ള ക്രാന്തദർശികളായിട്ടുള്ള ഭരണ നേതൃത്വം ഇല്ലെങ്കിൽ അത് ഭരണപരാജയം എന്നല്ല പറയേണ്ടത്. അത് ജനങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ജനക്കൂട്ടത്തെ ചോദ്യം കുംഭമേളക്ക്, ഇന്ത്യയിലെ കുംഭമേളയ്ക്ക് അപകടം ഉണ്ടായ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത്. ഇതേ അഭിപ്രായം ഒന്ന് പറയൂ. ആ സമയത്ത് പറഞ്ഞിരുന്നു. അല്ല, നിങ്ങൾ കുംഭമേളയിൽ വന്ന ജനങ്ങൾ, അവിടെ കോടിക്കണക്കിന് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും ചെറിയ രീതിയിലുള്ള അഹിതം സംഭവിച്ചിട്ടുണ്ട്, അത് സംശയവുമില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രീയമായിട്ടുള്ള ജനങ്ങളുടെ മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് വളരെ പക്കയായി എന്നിട്ട് പോലും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, കുംഭമേളയ്ക്ക് 10,000-കണക്കിന് പോലീസ് സംവിധാനങ്ങളും CRPF-ഉം മിലിറ്ററിയും സകലമാന സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും അവിടെ കുംഭമേളയ്ക്ക് സ്വാഭാവികമായിട്ട് ചില രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ, യാതൊരു തര പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ തുറന്നു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമാണോ സർക്കാരിൻ്റെത്? അതിനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു BJP നല്ലതാണെന്നോ കോൺഗ്രസ് മോശമെന്നല്ല. ഞാൻ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ കൃത്യമായി ഓരോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ വിരാട് കോഹ്ലിയുടെ പരിപാടിക്ക് അല്ലെങ്കിൽ RCBയുടെ പരിപാടിക്ക് വരാത്ത ആളുകളുടെയും സ്വത്തിനും ജീവനും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ അത് ഇമീഡിയറ്റ് ആയിട്ട് ഒരു 2, 3, 4, 5 മണിക്കൂർ കൊണ്ട് ഒരു പരിപാടി നടത്തി അതിന്റെ പബ്ലിസിറ്റിയും അതിന്റെ ജനകീയയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തയ്യാറെടുത്ത ശിവകുമാറിനെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇന്ത്യ മഹാരാഷ്ട്ര എവിടെയും ആവർത്തിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ പോളിസി. അത് കേരളത്തിൽ പോലും നോക്കും. മെസ്സിയെ കൊണ്ടുവന്ന് രാഷ്ട്രീയപരമായ മുതലെടുപ്പിനല്ലേ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത്, അന്തരിമാരടക്കം ശ്രമിച്ചത്. ഒരു മാധ്യമമാണ്. അപ്പൊ അവർക്ക് ആ ജനകീയതയെ മുതലെടുക്കുക. അപ്പൊ അങ്ങനെയാണ് സ്പോൺസർ പറഞ്ഞോളൂ. കർണാടക സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് നമ്മൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പോലീസിന്റെ വീഴ്ചയാണ്, അത് സമ്മതിക്കുന്നു. നമുക്ക് ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയും. ഇതിന് എന്ത് അക്കൗണ്ടബിലിറ്റി ഉള്ളത്? നമ്മുടെ എത്ര ഉദാഹരണങ്ങൾ എനിക്കറിയാം. തട്ടേക്കാട് ബോട്ടാകണം നടന്നിട്ട് എത്ര വർഷം കഴിഞ്ഞു, ഇപ്പോഴും അതിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പോലും പ്രസിദ്ധീകരിക്കപ്പെട്ടതായിട്ട് എന്റെ അറിവിലില്ല. കുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വലിയ എത്രയോ പേര് മരണപ്പെട്ടു. കൊല്ലത്താണ് അതിന്റെ ട്രയൽ നടക്കുന്നത്. ഇപ്പോഴും അതിന്റെ ട്രയൽ പോലും നടന്നിട്ടില്ല. കുറ്റിങ്ങൽ ക്ഷേത്രവുമായി നടന്ന അപകടത്തിൽ പ്രതികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ കോടതി വന്നു. എത്ര വർഷം കഴിഞ്ഞു, ഇപ്പോഴും ആ വിക്ടിംസിന് വീട് കിട്ടാത്തവരുണ്ട്, അവർക്ക് അതിന്റെ നഷ്ടവിധം കിട്ടാത്തവരുണ്ട്. ഈ പ്രതികൾക്കൊന്നും ഇതുവരെ ശിക്ഷ ഉണ്ടായിട്ടില്ല. ട്രയൽ നടന്നാൽ, ഇപ്പം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് ട്രയൽ നടന്നാൽ പോലും അതും ശിക്ഷിക്കാൻ പോകുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിനും ഈ പറയുന്ന ഭരണ സംവിധാനത്തിനൊന്നും ജനങ്ങളോട് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാന്ന് ഞാൻ സമ്മതിക്കുന്ന ആളാണ്. അവിടെയാണ് ഞാൻ പ്രിന്റോട് ചോദിച്ചൊരു ചോദ്യം. രാഷ്ട്രീയത്തിനുപരിയായി ഈ വിഷയത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടില്ല. എന്ത് സംഭവിച്ചാലും ഉടനെ അതിന് പൊളിറ്റിക്സ് കലർത്തുന്നത് ശരിയാണോ? ഞാൻ അതുകൊണ്ട് ആ തുടക്കത്തിൽ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പുൽവാമ ആക്രമണത്തെ പറ്റി, അതിന്റെ സൂത്രധാരെ പറ്റി, അതിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ പറ്റി BJP പറയുന്നുണ്ടോ? പെഹൽഗാമിലെ അവസാനത്തെ ആക്രമണത്തെ പറ്റി, അവിടെയുള്ള സുരക്ഷാ വീഴ്ചയെ പറ്റി മറുപടി പറയുന്നുണ്ടോ? അത് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പൊളിറ്റിക്സ് അങ്ങ് അമിതമായി ചർച്ചയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. എല്ലാത്തിനും പൊളിറ്റിക്സ് പറയുമ്പോൾ തിരിച്ച് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നീ രാജ്യദ്രോഹിയാണ്, ദേശസ്നേഹമില്ലാത്തതാണെന്ന് പറയരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഉന്നയിച്ചത്. അത്ര മാത്രമേ ഉള്ളൂ. പ്രിന്റോ മറുപടി? അല്ല, ഈ പെഹൽഗാം ആക്രമണത്തെയും ഈ ഇതിനെയും രണ്ടിനും എങ്ങനെയാണ് അദ്ദേഹത്തിന് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ബോധപൂർവം ഏതെങ്കിലും ഇത് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഇട്ട് കൊടുത്താണ് പെഹൽഗാമില്? അതല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ കൃത്യമായിട്ട് അറിയാം, ഇവിടെ മനുഷ്യന്മാരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള മനുഷ്യന്മാരുടെ വലിയ മതോന്മുക്തമാരായിട്ടുള്ള ആവേശത്തെയാണ് ഇവിടെ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ സംസ്ഥാന സർക്കാരോ ഭരണകൂടമോ എടുക്കേണ്ട അതിന്റെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ജനങ്ങൾ വിനോദസഞ്ചാരം തുറന്നുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചോദിക്കും. അത് ഈ പറഞ്ഞ ആ ചോദ്യം
ആലോചിക്കും. എന്താ പെഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായില്ലേ? വിനോദയാത്രയെ അങ്ങനെ പറഞ്ഞു വിട്ടില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏത് ഭരണകൂടമായിരുന്നാലും ശരി, അത് നരേന്ദ്രമോദിയുടെ ഭരണകൂടമായാലും ശരി, ശിവകുമാറിന്റെ ഭരണകൂടം, പിണറായി വിജയന്റെ ഭരണകൂടമായാലും ശരി, ജനങ്ങളുടെ സ്വത്തിനും ജീവനും അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആഘോഷങ്ങളും പ്രകടനങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കാറുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കാറുണ്ട്. അവിടെ കൃത്യമായി ക്രമസമാധാനം പാലിക്കും. സ്വാഭാവികമായിട്ട് ഉത്സവങ്ങൾ നടക്കാറുണ്ട്. അതിനൊന്നുമുള്ള ചട്ടങ്ങൾ പോലീസ് സംവിധാനത്തെ മുഴുവൻ ഒരു 4 ലക്ഷം സാധിക്കുക. 5000 പോലീസുണ്ട്, 4 ലക്ഷം. ഒരേ ഒരു ചോദ്യം. അമ്പലങ്ങളിൽ ആന എഴുന്നള്ളിപ്പിച്ച് എത്ര പേർ കേരളത്തിൽ മരണപ്പെട്ടു? അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിപ്പിക്കേണ്ട നിലപാട് കേരള ബി ജെ പി എടുക്കുമോ? അല്ല, അതൊക്കെ നമ്മൾ വൈഡായിട്ടുള്ള അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിലേക്ക് വരുന്നില്ല. ശ്രീ മോഹൻ വർഗീസ്, ദയവായി ക്ഷമിക്കുക. മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഈ RCB തങ്ങളുടെ വിജയാഘോഷം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. ദുരന്തം നടന്ന ശേഷമാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. വലിയ സോഷ്യൽ മീഡിയ വിമർശനമുണ്ടായി. തുടർന്ന് അവരത് പിൻവലിക്കുകയാണ്. അതായത് ഔചിത്യബോധം ഒട്ടുമില്ല. നമ്മൾക്ക് RCBയുടെയും കോഹ്ലിയുടെയൊക്കെ ആരാധകരായിരിക്കും. ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകർ കേരളത്തിലുമുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഇത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ആരാധകരോട് ഇവർക്കൊന്നും യാതൊരു ബാധ്യതയുമില്ല എന്നുള്ളതാണോ? ഈ കമ്പോളം എന്ന് പറയുന്ന കമ്പോളവൽക്കൃത ലോകക്രമത്തിൽ കമ്പോളത്തിന് കണ്ണീരില്ല, ചിരിയുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഈ ലാഭക്ഷമതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ഇതിവിടെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ധാരാരാധനയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് അപകടത്തിൽ എത്തിച്ച് നിർത്തിയ കാര്യം. പക്ഷേ RCBയെ സംബന്ധിച്ചിടത്തോളം ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് പണം ഉണ്ടാക്കാനുള്ള, പണം കിലുങ്ങുന്ന പണം ഇറക്കി പണം നേടുന്ന ഒരു സംവിധാനമാണ്. പക്ക ബിസിനസ്സാണ്. അതിന് ദേശീയതയില്ല, ബാംഗ്ലൂർ നഗരമെന്നില്ല, ആളുകളുടെ സുരക്ഷ എന്നില്ല, ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണ്. ഇത്രയും കാലം കാത്തിരുന്ന വിജയം, അത് ആഘോഷിക്കുക, അത് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇടുക. പക്ഷേ അത് പുലിവാലാകുമെന്ന് കാണുമ്പോൾ പിൻവലിക്കുക. പക്ഷേ ഇവിടെ മുഴുവൻ ശ്രദ്ധയും വരട്ടെ. ഇവിടെ വന്ന തീവ്രവാദ ആക്രമണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു, പുറ്റിങ്ങൽ പോലെയുള്ള വെടിക്കെട്ട് അപകടം സൂചിപ്പിച്ചു, തട്ടേക്കാട് അപകടങ്ങൾ സൂചിപ്പിച്ചു, കുംഭമേള, പല കുംഭമേളകളിലും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി. അതേപോലെ തന്നെ ഭീകരാക്രമണം, പഹൽഗാമും ഫുൽവാമി ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റാണ്. ബാംഗ്ലൂർ അപകടത്തെ വേറിട്ട് നിർത്തുന്നത് കൃത്യമായി മുൻകൂട്ടി അറിയാമായിരുന്നു. ഈ ഇത്രയും ഷോർട്ട് പോലീസിന്റെ നിർദ്ദേശമുണ്ട്. ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ശ്രീ വിവേക് നാരായണൻ ഉണ്ട് നമ്മോടൊപ്പം തത്സമയം ചെയ്ത്. ശ്രീ വിവേക് നാരായണൻ, 32,000 ആളുകൾക്ക് മാത്രം എത്താൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം, അവിടെ ഇത്രയധികം ആളുകൾ എത്തുന്നത് മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു സംവിധാനത്തിന്റെ പരാജയമായി കൂടി ഇതിനെ കാണണം. ഇത് പരാജയം പല ലെവലിലാണ്. പക്ഷെ ഏറ്റവും അധികം ഇതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് അവിടുത്തെ സർക്കാരാണ്. ഇന്ന പാർട്ടി എന്നുള്ളതല്ല, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് സിദ്ധരാമയ്യയും DK ശിവകുമാറും ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. കാരണം ബാംഗ്ലൂരിലെ പോലീസിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസിന്റെ അടുത്ത് ഇന്നലെ മുതൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവർ പല പ്രാവശ്യം ഇത് ഫ്ലാഗ് ചെയ്തു. ഇത് 3 ഈവന്റ്സ് ആണ് ഇവര്. ഒരു കാര്യം ഓർക്കണം രഞ്ജിത്ത്, ഇന്നലെ രാത്രി 10 മണിക്കാണ് ജയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് 12 മണിക്ക് ഒരു ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോലീസ് ഫോഴ്സിനും ഒരു ചാലഞ്ചാണ്. ബാംഗ്ലൂർ പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ ഫോഴ്സ് ആണ്. അവർ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ 12 മണിക്കൂറിനകം രായ്ക്ക് രാമാനം പോലീസുകാരെ വെച്ച് അവരെടുത്ത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 35,000 പേര് മാക്സിമം കയറാവുന്ന സ്ഥലത്ത് 3.5 ലക്ഷം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് അവസാനം ഞാൻ പറഞ്ഞ പോലെ 3 ഈവന്റ്സ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, അതായത് ഇന്ന് 10 മണിക്ക് കാലത്തെ അവര് പ്ലാൻ ചെയ്തത്. ഒന്ന്, മുഖ്യമന്ത്രി അവരെ വിധാൻ സൗദയിൽ കാണുന്നു. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി ഉള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവർക്ക് ഒരു വരവേൽപ്പ് നൽകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റോഡ് ഷോ, ഓപ്പൺ ബസ്സിൽ റോഡ് ഷോ. ഇതെല്ലാം ചെയ്യാം. ഇത് ബോംബെയിൽ ചെയ്തിരുന്നു. IPL ഇന്ത്യ വിജയിച്ചതിന് ശേഷം, വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം, T20 വിജയിച്ചതിന് ശേഷം ഇതൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിന് സമയമുണ്ടായിരുന്നു മുംബൈ പോലീസിന് ചെയ്യാൻ വേണ്ടി. ഇവിടെ സമയമില്ലാതെ ക്രിക്കറ്റേഴ്സിന് അവരുടെ വീടുകളിൽ പോകണം. ഒന്ന്. സെക്കൻഡ്, ഇന്റർനാഷണൽ പ്ലേയേഴ്സിന് അവരുടെ വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെല്ലാം ശരിയാണ്. ഇത്രയൊന്നും ഇല്ലെങ്കിലും വിരാട് കോഹ്ലിയും പല പ്ലേയേഴ്സും പോകുന്നില്ല. അവരിവിടെ തന്നെ ഉണ്ട്. ഇവർക്ക്, അതായത് KCA ആയാലും, അതായത് അവരുടെ ഫ്രാഞ്ചൈസി ആയാലും, അവരുടെ സർക്കാർ ആയാലും, ഇത്ര പേരെ വെച്ച് നമ്മൾ സേഫ്റ്റി നോക്കിയിട്ടാണ്. സേഫ്റ്റി ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞ് മതി പോപ്പുലാരിറ്റി. അതല്ലായിരുന്നു ഇവിടെ നോക്കിയത്. ഇത് കാണിക്കുന്നത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. മുഖ്യമന്ത്രി ആയാലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയാലും ഇന്നലെ മുതൽ, വിജയിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ റീൽസ് ഇട്ട് തുടങ്ങുന്നു. സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റിക്ക് ഇതിനെക്കുറിച്ച് ഇവരുടെ പടങ്ങൾ ഇട്ട് തുടങ്ങുന്നു. അതിനൊന്നും ഒരു തെറ്റുമില്ല. രാഷ്ട്രീയക്കാർക്കും
നമ്മളെ എല്ലാവരെയും പോലെ ക്രിക്കറ്റ് എൻജോയ് ചെയ്യാം, IPL എൻജോയ് ചെയ്യാം. പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് പബ്ലിക് സേഫ്റ്റി. ഇവിടെ പബ്ലിക് സേഫ്റ്റിയോടും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പിന്നീട് പിന്നോക്കം പോയിട്ട് ഈ റീൽസ് ഉണ്ടാക്കുക, ഇവരുടെ കൂടെ കാണുക. പോലീസ് ചീഫ് അവിടെ ആദ്യം ഒബ്ജക്ട് ചെയ്തത് ഈ വിധാൻ സൗദയിലെ മീറ്റിംഗ് വേണ്ട. മുഖ്യമന്ത്രി അടുത്ത് ഹോം മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു താങ്കൾ ഇത് ചെയ്യാതിരിക്കുക, മുഖ്യമന്ത്രി ഇവരെ അവിടെ കാണാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും പറഞ്ഞാൽ പിന്നെ പോലീസ് ഒഫീഷ്യൽസിന് ഉണ്ടോ? അവരെടുത്ത് പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ കണ്ടേ പറ്റൂ. ഇതായിരുന്നു ഫുൾ സ്റ്റോപ്പ്. പോലീസ് വിക്ടറി പരേഡ് അടക്കം പോലീസ് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എക്സാക്ട്ലി ഹയസ്റ്റ് ലെവലിൽ പോലീസിനെ ഇങ്ങനെ 5000 പേരെ ഉള്ളതിന് 2500 സ്പ്ലിറ്റ് ചെയ്തു. വിധാൻ സൗദയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം 4 ഗേറ്റ്സിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. 3.5 ലക്ഷം പേര് തള്ളിക്കയറാൻ ശ്രമിച്ചിരിക്കുന്നത് 4 ഗേറ്റ്സില്, 1-2 ഗേറ്റ്സിലല്ല. ഇത് വലിയ സ്റ്റേഡിയമാണ്. എന്നിട്ടും ഇതുണ്ടായി. ഒന്ന് പറഞ്ഞാൽ 11 പേരല്ലേ മരിച്ചുള്ളൂ ഇതുവരെ എന്നുള്ളതിന് ഒരു സർപ്രൈസ് ആയിട്ട് വന്നു. ഇത് ഒരിക്കലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായിട്ട് ഫ്രാഞ്ചൈസീസിന്റെ കാര്യം പറഞ്ഞു, അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഒരു ഇൻട്രസ്റ്റും ഫ്രാഞ്ചൈസി ഇൻട്രസ്റ്റും ഇതെല്ലാം കൂടെ ഈ കമേഴ്ഷ്യൽ പ്ലസ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വന്നാണ് ഈ 11 പേരുടെ ജീവൻ നമുക്കിപ്പം നഷ്ടമായത്. കൗതുകകരമായി തോന്നുന്നത് ഇതിന് ശേഷവും ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന RCBയുടെ എക്സാനിൽ പങ്കുവെക്കുന്ന RCB, മറ്റൊന്ന് ഈ വിവരം അറിഞ്ഞതിന് ശേഷവും ഗൗരവമായി അതിനോട് പ്രതികരണം നടത്താത്ത വിരാട് കോഹ്ലിക്കൊക്കെ ചേർന്ന് ട്രോഫി ഉയർത്തി പൊക്കുന്ന കർണാടക ഉപമുഖ്യമന്ത്രിയൊക്കെ നമ്മൾ കണ്ടു. എത്രത്തോളം ഗൗരവമായാണ് അവർ ഈ വിഷയത്തെ എടുത്തത് എന്നുള്ളത് പൊതുജനത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുമുണ്ട്. തീർച്ചയായും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മരണങ്ങൾ സംഭവിച്ചെന്ന്. ഒന്ന്, അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഓർഗനൈസേഴ്സ് അവരുടെ അടുത്ത് പറഞ്ഞു കാണണം. 1/2 മണിക്കൂറായി ഇവന്റ്, 15 മിനിറ്റായി കുറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നു. പക്ഷേ ഒരു ഫ്രാഞ്ചൈസി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കച്ചവട പരിമിതികളുണ്ട്. അവർക്ക് ചിലപ്പോൾ അതിനുവേണ്ടിയായിരിക്കും അവർ ചെയ്തത്. അവരെ ഒരു ലെവലിൽ കൂടുതൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ്, ഒരു പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആരായാലും ഏത് പാർട്ടി ആയാലും അവർ കുറച്ചുകൂടെ അവസാന വേളയെങ്കിലും കുറച്ചെങ്കിലും സെൻസിറ്റീവ്നെസ് കാണിക്കണമായിരുന്നു. അവരവിടെ പോവാതിരിക്കണമായിരുന്നു. അവർ ബാക്കി കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു, ഇനിയിപ്പോൾ പോകുന്നത് എന്താണ്, ഒരു 2-3 പോലീസുകാരുടെ പണി പോവായിരിക്കും, സസ്പെൻഷനിൽ പോവായിരിക്കും. അതിനപ്പുറം ഇതിന് ഇത്തരമുള്ള ഫാക്ട് ഫൈൻഡിങ് മിഷനിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഹയസ്റ്റ് ലെവലിലെ പോലീസുകാർ എന്തുകൊണ്ട് ഈ 2 ഇവന്റ്സ് നടക്കാം, ഓപ്പൺ ബസ്സില് വിക്ടറി പരേഡ് നടക്കരുത് എന്ന് എഴുതി കൊടുത്തു അവര്. അത് ബൈ ഫോഴ്സ് എഴുതി കൊടുത്തുകൊണ്ടാണ് ചിലപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മുഖ്യമന്ത്രിയെ കാണാനും വരരുത് ഇവരെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് വിധാൻ സൗദയിൽ പബ്ലിക്കിനെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഓവർ റൈഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ലീഡർഷിപ്പ് അത് എങ്ങനെയാണ്? ഇതിപ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ്, അത് സിവിൽ സർവൻസ് ആയാലും പോലീസിനെ പുറത്തും അവരുടെ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതും അത് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിനും ഒരു ഉദാഹരണമാണ് രഞ്ജിത്ത്. തീർച്ചയായും അത് തന്നെയാണ് വലിയ തോതിൽ നമ്മൾ ഇന്നലെയൊക്കെ 18 വർഷത്തിന് ശേഷം കിരീടം നേടിയ, കാത്തിരിപ്പിന് ശേഷം കിരീടം നേടിയ വിരാട് കോഹ്ലിയെയും RCBയെയുമാണ് ആഘോഷിച്ചിരുന്നതെങ്കിൽ ഇന്നത് പൊടുന്നനവേ നേരെ തിരിയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. RCBക്കെതിരെയും ഇത്തരത്തിൽ ജനവികാരമുണ്ട്. ആരാധകരോട് ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു ഫ്രാഞ്ചൈസി എന്ന രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം DK ശിവകുമാർ അടക്കം ഇത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന ആക്ഷേപമുണ്ട്. അത്തരത്തിൽ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകും. BJP അത് രാഷ്ട്രീയ വിഷയമാക്കിയിട്ടുണ്ട്. ഇതുതന്നെയാകും കർണാടക ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും വരും മണിക്കൂർ. നന്ദി ശ്രീ വിവേക് നാരായണൻ, ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പിന്റു മഹാദേവൻ, ഒപ്പം ശ്രീ വിനോദ് മാത്യു വിൽസൺ ഈ ചർച്ചയുടെ ഭാഗമായതിന്. പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. ഇനി വാർത്താ ബുള്ളറ്റിനുമായി എൽദോ ചേരും.